ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് 2025 ഡിസാസ്റ്റർ സ്റ്റാർ. 2025 ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ, അതായത് 3-4 മാസം ആയതേ ഉള്ളൂ. ഇതുവരെ ഉള്ളതിൽ ഡിസാസ്റ്റർ സ്റ്റാർ ആരാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഡിസാസ്റ്റർ സ്റ്റാർ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരേ ഒരു താരം മാത്രമേ മലയാള സിനിമയിലുള്ളൂ, അത് ശ്രീ ഭരത് മമ്മൂട്ടിയാണ്. കാരണം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സിനിമകളാണ് മമ്മൂട്ടിയുടെ വെളിയിൽ ഇറങ്ങിയത്. അതിൽ 2 സിനിമയും അൾട്ര പരാജയമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് ബഡ്ജറ്റിന്റെ അത്ര പോലും കവർ ചെയ്ത് വന്നിട്ടില്ല സിനിമയുടെ കളക്ഷൻ എന്നുള്ള രീതിയിൽ എത്തി നിൽക്കുന്ന 2 സിനിമകളാണ് നമ്മുടെ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സും ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ. 2024 കത്തി നിന്ന മമ്മൂക്ക 2025 അണഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2025 വന്ന മമ്മൂട്ടിയുടെ സെലക്ഷൻ, ഇതിന്റെ കൂടെ മമ്മൂട്ടിയുടെ കൂടെ നിൽക്കുന്ന രാശിയില്ലാത്ത ഒരാളാണ് ഗൗതം വാസുദേവ് മേനോൻ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം ഗൗതം വാസുദേവ് മേനോനാണ് ഈ 2 പടത്തിനും മമ്മൂട്ടിയുടെ കൂടെ നിന്ന ഒരു കഥാപാത്രം. ഈ ഗൗതം വാസുദേവ് മേനോനെ എന്ന് മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിലോട്ട് കയറ്റി നിർത്തിയോ അന്ന് തൊട്ട് മമ്മൂട്ടിയുടെ സിനിമ പരാജയത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആദ്യമായിട്ട് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എടുത്തു, അത് 8 നിലയിൽ പൊട്ടി. അത് ബസൂക്ക എടുത്തു, അതും 8 നിലയിൽ പൊട്ടി നിൽക്കുകയാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ഇനി കിട്ടി കുറച്ച് ബഡ്ജറ്റ് കവർ ചെയ്യണമെന്നുള്ളതല്ലാതെ ലാഭത്തിലോട്ട് പോകാൻ ഒരു സാധ്യതയില്ലാത്ത 2 സിനിമകൾ. ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്തോ OTT അങ്ങനെയൊക്കെ കൊടുത്ത് ചിലപ്പോൾ ലാഭം എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ബസൂക്ക് ഒരിക്കലും ലാഭത്തിലോട്ട് എത്തുമെന്ന് തോന്നുന്നില്ല. ഇനി അതൊക്കെ ദൈവത്തിന്റെ കാര്യമാണ്. പക്ഷേ 2 സിനിമകൾ തിയേറ്റർ പരാജയം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഡിസാസ്റ്റർ സ്റ്റാർ ഓഫ് ദി ഇയർ 2025 ഈ 4 മാസം എത്തി നിൽക്കുന്ന സമയത്ത് മമ്മൂട്ടിയാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം ഇതിനകത്ത് സൂപ്പർ സ്റ്റാർ ഓഫ് 2025 എന്ന് പറയുന്നത് അത് മോഹൻലാൽ തന്നെയാണ്. കാരണം 250 കോടി കളക്ഷൻ നേടിയ മോഹൻലാലിന്റെ ചിത്രമായ എമ്പുരാനാണ് മലയാളത്തിലെ എക്കാലത്തെയും വലിയ കളക്ഷൻ നേടിയ സിനിമ. മലയാളത്തിലെ ഒട്ടുമിക്ക റെക്കോർഡുകളും സ്വന്തമാക്കിയ സിനിമ, ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച സിനിമ. ഇൻഡസ്ട്രി ഹിറ്റ് ഏകദേശം കേരളത്തിൽ നോക്കണം, മലയാളം ലാംഗ്വേജ് നോക്കുമ്പോൾ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച സിനിമയും എമ്പുരാൻ തന്നെയാണ്. അങ്ങനെ എമ്പുരാൻ മോഹൻലാലിനാണ് ഈ കൊല്ലത്തെ എല്ലാ റെക്കോർഡുകളും കിട്ടാൻ പോകുന്നത്. ഇനി അടുത്ത് ഇറങ്ങാൻ പോകുന്നത് തുടരുവാണെങ്കിൽ ഇതിന്റെ തുടർ വിജയമായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്. വിജയമെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. എമ്പുരാൻ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് വിജയം ആയില്ലെങ്കിൽ പോലും എമ്പുരാൻ എത്രത്തോളം കളക്ട് ചെയ്യാൻ പറ്റുമോ അതിന്റെ മാക്സിമം കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന് കൂടുതൽ കളക്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു മലയാള സിനിമയ്ക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം കളക്ട് ചെയ്ത ഒരു സിനിമയാണ് എമ്പുരാൻ എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. സാമ്പത്തികമായിട്ട് ചിലപ്പോൾ വിജയമാകണമെന്നില്ല, അതിന്റെ ബഡ്ജറ്റ് കവർ ചെയ്ത് പോകാൻ വേണ്ടി പറ്റൂല. കാരണം ഒരു മലയാള സിനിമയ്ക്ക് താങ്ങാൻ പറ്റാത്ത ബഡ്ജറ്റാണ് സിനിമയ്ക്ക് ഇറക്കി. അതിന് മോഹൻലാലിനെ കുറ്റം പറയാൻ പറ്റൂല. ഞാൻ ബഡ്ജറ്റ് വെച്ച് അതിന്റെ കളക്ഷൻ കവർ ചെയ്തില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ഒരു നടനും പറ്റൂല. മോഹൻലാലിന് പറ്റൂലെങ്കിൽ മലയാളത്തിലെ ഒരു നടനും ഈ ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് ഒരു സിനിമ കവർ ചെയ്ത് പോകാൻ പറ്റൂല. അത് പൃഥ്വിരാജ് വേറെ ബോളിവുഡ് മാർക്കറ്റൊക്കെ പ്രതീക്ഷിച്ചാണ് ഇതൊക്കെ ചെയ്തതെങ്കിൽ അത് സംഭവിച്ചില്ല. അതുകൊണ്ട് മാത്രമാണ് ആ സിനിമ സാമ്പത്തികമായി പരാജയപ്പെടുന്നത്. പക്ഷെ സിനിമ എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ ഒരു മലയാള സിനിമയ്ക്ക് നേടാൻ പറ്റുന്നതിന്റെ ഏറ്റവും മാക്സിമം ഇനി ഒരു 5 കൊല്ലത്തേക്ക് ഇതുപോലത്തെ ഒരു മലയാള സിനിമ ഇത്രയും കളക്ട് ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ള കാര്യവും ഉറപ്പിച്ച് ഞാൻ പറയുകയാണ്. ഞാൻ പിന്നെ ഈ ഫാൻസുകാർ അതിന്റെ സാമ്പത്തിക പരാജയം അവർ അംഗീകരിച്ച് തരാത്തതുകൊണ്ട് മാത്രമാണ് എനിക്കും ദേഷ്യം വന്ന് ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോയത്. അപ്പോൾ അതൊക്കെ വിട്ടുക. ഇനി നമുക്ക് പറയാനുള്ളത് അടുത്ത 25-ാം തീയതി തുടരും ഇറങ്ങുന്നുണ്ട് സിനിമ. ഞാൻ ഒരിക്കലും ഒരു മോഹൻലാൽ സിനിമ നല്ലതല്ലെങ്കിൽ മാത്രമേ നല്ലതല്ലെന്ന് പറയുള്ളൂ. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും. എനിക്ക് എമ്പുരാൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്ത സിനിമയാണ്. കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തുടരും എന്ന സിനിമ എനിക്ക് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ 10-ാം തീയതി രാവിലെ 10 മണിക്ക് തന്നെ ഷോയ്ക്ക് പോകുന്നുണ്ട്. ടിക്കറ്റ് കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ 10 മണിക്ക് തന്നെ ഷോയ്ക്ക് പോകും. ഇന്റർവ്യൂ അടുത്ത് ഒരു 1-1.5 ആകുമ്പോഴത്തേക്ക് ഇന്റർവ്യൂ ഇടുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലാണ്. ഡിസാസ്റ്റർ സ്റ്റാർ ഓഫ് ദി ഇയർ ഇതുവരെ പോയി നിൽക്കുമ്പോൾ ആരാണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സിലാണ്. നന്ദി, നമസ്കാരം.